എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹണ്ട്, പ്രാവൻകൂട് ഷാപ്പ്, ദാവീദ്, ബിഗ് ബെൻ തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മോണിക്ക ഒരു സ്റ്റോറി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. അപർണ, ഗോപിനാഥ് മുതുക്കാട് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇപ്പോൾ C5-ൽ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിലെ എമ്പുരാൻ 60 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. റിലീസിന് മുന്നേ തന്നെ പടം ഹിറ്റായിരിക്കുകയാണ്. എമ്പുരാൻ സിനിമയുടെ OTT ആമസോൺ പ്രൈം സ്വന്തമാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ലൂസിഫറിന്റെ OTT ആമസോണാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സിനിമ റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിൽ OTTയിൽ വന്നേക്കും. റെക്കോർഡ് തുകയ്ക്ക് എമ്പുരാൻ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മിസ്റ്റർ ഹൗസ് കീപ്പിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഈ തമിഴ് സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. വീഡിയോസിലാണ് സിനിമ വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കർണ, നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമ സ്വന്തമാക്കിയത്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTTയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ കർണ, നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. അടുത്ത മാസം സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് മധുരം, ജീവാമൃതബന്ധു എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ ടീസർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് താരങ്ങളുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ബേസിൽ, സൈജു കുറുപ്പ്, ലാൽ, വിനയ് ഫോർട്ട്, ജാഫർ ഇടുക്കി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം വിഷുദിനത്തിലാണ് സൈനാപ്ലേയിൽ ഈ സിനിമ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നൈറ്റ് റോഡ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. നൈറ്റ് റോഡ് ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ഇപ്പോൾ ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബെൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബിഗ് ബെൻ സിനിമ സ്വന്തമാക്കിയത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. വിനയ് ഫോർട്ട്, അനുമോഹൻ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ബിഗ് ബെൻ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൺനെസ്റ്റാണ് ബിഗ് ബെൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് മാസം 28-ന് സൺനെസ്റ്റിൽ ബിഗ് ബെൻ സിനിമ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ടെസ്റ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ്. ഡയറക്റ്റ് OTT റിലീസ് മൂവിയാണ് ടെസ്റ്റ്. സിദ്ധാർത്ഥ്, മാധവ്, നയൻതാര തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏപ്രിൽ മാസം 4-ന് നെറ്റ്ഫ്ലിക്സിലാണ് ടെസ്റ്റ് എന്ന സിനിമയുടെ OTT റിലീസ്. മലയാളം വെർഷനും അന്ന് തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആന്റണി വർഗീസ് ആണ് ദാവീദ് സിനിമയിലെ നായകൻ. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ദാവീദ് സ്വന്തമാക്കിയത്. പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, പക്ഷേ സിനിമ ഹിറ്റായില്ല. ദാവീദ് ഒരു ആക്ഷൻ മൂവിയാണ്. ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ദാവീദ് സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ദാവീദ് സിനിമയുടെ OTT ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്. ദാവീദ് സിനിമയുടെ ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആമസോൺ പ്രൈമിൽ സർപ്രൈസ് ആയിട്ട് ദാവീദ് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഈ ആഴ്ചയായിരിക്കും ദാവീദിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പ്രാവൻകൂട് ഷാപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ചെമ്പൻ വിനോദ്, ബേസിൽ, സബിൻ ഷാഹിർ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. എവറേജ് അഭിപ്രായമാണ് പ്രാവൻകൂട് ഷാപ്പ് സ്വന്തമാക്കിയത്. അത്യാവശ്യം കോമഡിയും അത്യാവശ്യം ത്രില്ലറും സിനിമയിലുണ്ട്. ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോണി ലീവാണ് പ്രാവൻകൂട് ഷാപ്പിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 11-നാണ് പ്രാവൻകൂട് ഷാപ്പിന്റെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഹണ്ടിന് വേണ്ടി തന്നെയാണ്. കാരണം സിനിമ കുറെ കാലമായി തിയേറ്ററിൽ എത്തിയിട്ട് ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വീക്കിലായിരുന്നു സിനിമയുടെ OTT പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഹണ്ട് ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ഒരു കോളേജിലുണ്ടാവുന്ന കഥയാണ് ഹണ്ട് പറഞ്ഞു പോകുന്നത്. ഭാവന മികച്ച അഭിനയമാണ് ഹണ്ടിൽ കാഴ്ചവെച്ചത്. മനോരമ മാക്സിൽ ഉടനെ തന്നെ ഹണ്ട് റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. സർപ്രൈസ് ആയിട്ടായിരിക്കും മനോരമ മാക്സിൽ ഹണ്ട് വരുന്നത്. ഈ വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഹണ്ട് OTT റിലീസ് ചെയ്തേക്കും. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാർക്കോ സിനിമയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദന്റെ അടുത്ത സിനിമയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി.
തിയേറ്ററുകളിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമ സ്വന്തമാക്കിയത്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമൽ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു കോമഡി ഫാമിലി മൂവിയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം സ്വന്തമാക്കിയിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി വ്യക്തമല്ല. സർപ്രൈസ് ആയിട്ടായിരിക്കും ഗെറ്റ് സെറ്റ് ബേബി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.